തരിത്ത ധന്നത്ത ഝൊണ്ണത്ത ദിമിത്ത തത് ധിത്ത തരികിട ധും ത ധിം കിടതക തരികിട ധും ത ധിം കിടതക തരികിട ധും ത ധിം കിടതക തരികിട ധും ത. മാഷേ എന്താ പരിപാടി? നീലു, നമ്മുടെ പുതിയൊരു വർണ്ണത്തിന്റെ ഒരു ജതി ചിട്ട ചെയ്യായിരുന്നു. ഏകലവ്യനുണ്ടല്ലോ. മാഷ് നാഗയെ കാണാൻ പോയിരുന്നു അല്ലേ? ആ പോയിരുന്നടാ. അവർക്ക് വട്ടാണോ മാഷേ? അവർ കഞ്ചാവ് അടിക്കുമോ? അവർക്ക് വട്ടായാലെന്ത് കഞ്ചാവ് അടിച്ചാലെന്ത്, അത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നത് ശരിയേ അല്ല. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ എന്നാണ് കണ്ണന് തോന്നുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾക്ക് ഇടപെടാൻ ഒരു അവകാശവുമില്ല എന്നതാണ് കണ്ണൻ്റെ അഭിപ്രായം. സ്വസ്ഥമായൊരിടത്ത് പ്രകൃതിയോടിണങ്ങി ആരെയും കൂസാതെ ഒന്നിനെയും കൂസാതെ ആരുമായും ബന്ധം പുലർത്താതെ ബന്ധം പുലർത്തുന്നവരെ അകറ്റി നിർത്താതെ ആടാൻ തോന്നുമ്പോൾ ആടിയും പാടാൻ തോന്നുമ്പോൾ പാടിയും ചെയ്യാൻ തോന്നുന്നതെല്ലാം ചെയ്ത് സർവസ്വതന്ത്രയായി സ്വയം ആനന്ദിച്ച് ഈ ലോകത്തെ ആനന്ദിപ്പിച്ച് രസിക്കയല്ലേ നാഗാസൈരന്ത്രി ദേവി. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ദേവതയെ കണ്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച് ജീവിക്കാനാകാത്ത സാധാരണക്കാരായ ചില ആളുകൾക്ക് അസൂയയുണ്ടായി കാണണം. അവർ ദേവിയെ പരിഹസിച്ചു, ആക്ഷേപിച്ചു, പ്രകോപിപ്പിച്ചു. അവരോട് അവർ പോലും പ്രതീക്ഷിക്കാത്ത, അവരുടെ ആത്മാവ് പോലും വിറയ്ക്കുന്ന രീതിയിൽ ഉഗ്രകോപത്തോടെ അതേ നാണയത്തിൽ തന്നെ ആ കലിയുഗ പോരാളി പ്രതികരിച്ചു. തിക്താനുഭവങ്ങളുടെ തീച്ചൂളയിൽ നീറി മറുപിറവി കൊണ്ട നാഗമ്മയ്ക്ക് ഈ ലോകത്തെ ലവലേശം ഭയമില്ലായിരുന്നു. അല്ലെങ്കിൽ ലോകത്തെ ഭയക്കേണ്ട കാര്യം നാഗമ്മയ്ക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അത് തിരിച്ചറിയാത്തവർ ദേവിയെ ഭ്രാന്തിയെന്നും ലഹരിക്കടിമയെന്നും മുദ്രകുത്തി. മുൻപും ഇത്തരം തെറ്റിദ്ധാരണകൾ ലോകത്തിനുണ്ടായിരുന്നു. തിരിച്ചറിവിന്റെ വെളിച്ചമെത്തുമ്പോൾ മാത്രം മാറ്റപ്പെടുന്ന തെറ്റിദ്ധാരണകൾ. അവർ സ്വയം ദേവിയാണെന്ന് പറയുന്നല്ലോ, അങ്ങനെ പറയുന്നത് ശരിയാണോ മാഷേ? അതിലെന്താ ശരികേട് നീലു? അതിലൊരു ശരികേടുമില്ല. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരാംശം, അതായത് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നിറഞ്ഞു നിൽക്കുന്നു എന്നല്ലേ ചെറുപ്പം മുതൽക്ക് നമ്മൾ പഠിക്കുന്നത്, അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. കല്ലിലും മുള്ളിലും പുഴുവിലും ചെടിയിലും വായുവിലും ആകാശത്തും എല്ലായിടത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്നല്ലേ പഠിപ്പിക്കുന്നത്, അല്ലേ? നീലുവിൻ്റെ ഉള്ളിലും ഇല്ലേ ഈശ്വരൻ? കണ്ണൻ്റെ ഉള്ളിലും ഉണ്ട് ഈശ്വരൻ. ഏകലവ്യ, നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടോ? ഉണ്ട്. എവിടെയാ? അത് നാഗാസൈരന്ത്രി ദേവി സ്വയം തിരിച്ചറിയുന്നു. അവർ അത് അനുഭവിക്കുന്നുണ്ടാകാം. ഇല്ലെന്ന് തീർത്ത് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരാംശം കണ്ടെത്തിയതാകാം. നമുക്കൊന്നും ഇല്ല എന്നോ ഉണ്ട് എന്നോ തറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് അറിവുണ്ടെന്നോ അറിവില്ല എന്നോ പറയാൻ സാധിക്കും. അല്ലാതെ ഉണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരാംശം ഉണ്ട് വെച്ചാൽ നാഗാസൈരന്ത്രി ദേവിയുടെ ഉള്ളിലും ഈശ്വരാംശം ഉണ്ടാകില്ലേ? അങ്ങനെയല്ല എങ്കിൽ ഈ
ഈശ്വരാംശത്തിൻ്റെ കാര്യം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് എന്ന് പറയുന്ന കാര്യം തെറ്റാണെന്ന് കരുതേണ്ടി വരില്ലേ നീലു? തീർച്ചയായും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്ന ഈശ്വരാംശം നഗാസൈരന്ധ്രദേവിയുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് കണ്ണനിഷ്ടം. ഇതൊക്കെ ശരി തന്നെ, പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഈ ലോകം അംഗീകരിക്കുമോ മാഷേ? ഏകലവ്യ അംഗീകരിക്കാതെ തരില്ലല്ലോ. വായിരിക്കും. ഏകലവ്യ തത്വമസി. നീലു കേട്ടിട്ടില്ലേ? അത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കഠിന വ്രതമെടുത്ത് കുറേ കാലം സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇരുമുടി കെട്ടുമേന്തി കല്ലും മുള്ളും ചവിട്ടി മല കയറി ആ 18-ാം പടിയോളം എത്തുമ്പോൾ അതിൻ്റെ മുകൾ പരപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ് തത്വമസി. തത് എന്ന് പറഞ്ഞാൽ എന്താ? അത്. ത്വം എന്ന് പറഞ്ഞാൽ എന്താ? നീ. അതായത് തത് അത്, ത്വം നീ, അസി ആകുന്നു. തത്വമസി അത് നീയാകുന്നു. എന്താ അതിൻ്റെ പൊരുള്? നമ്മൾ ആരെ കാണുവാനാണോ അവിടേക്ക് ചെന്നത് അത് നീ തന്നെയാകുന്നു. അതായത് നമ്മൾ തന്നെയാകുന്നു. ശരിയല്ലേ? അതെ അതെ, അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ചെന്നത് ഭഗവാനെ കാണാനാണ്. ആ ഭഗവാനാണ് നമ്മളാണെന്ന് ഈ തത്വമസി ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഭഗവാനാണ് എന്നിരിക്കെ നാഗാദേവിയും ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്നവളല്ലേ? അവർ അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഭഗവതിയാണ്, ദേവിയാണ് എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് തെറ്റാണെങ്കിൽ തത്വമസി തെറ്റാണെന്ന് പറയേണ്ട വരും. ശരിയല്ലേ? തത്വമസീനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ തത്വമസീനെ ഉൾക്കൊള്ളുന്നവരെ കൂടി അംഗീകരിക്കണം. നിന്നിലും ഭഗവാൻ, എന്നിലും ഭഗവാൻ, നിന്നിലും ഭഗവാൻ, എന്നിലും ഭഗവാൻ, അണുതൊട്ടണ്ട ബ്രഹ്മാണ്ടത്തിൽ നിറയുന്നു ഭഗവാൻ, അണുതൊട്ടണ്ട ബ്രഹ്മാണ്ടത്തിൽ നിറയുന്നു ഭഗവാൻ. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇതൊന്നും കാണാൻ കണ്ണില്ലാത്തവരും പറയാൻ വാക്കില്ലാത്തവരും ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന നാഗാസൈരന്ധ്രി ദേവിയെ മാത്രം കല്ലെറിയുന്നത് എന്തിനാ? നമ്മുടെ ഭഗവാൻ ക്രിസ്തുദേവൻ പോലും പറഞ്ഞത് എന്താ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അങ്ങനെ നോക്കിയാൽ പാപം ചെയ്യാത്ത ആരുള്ളത്? ഇപ്പോൾ തെറിവാക്കാണ് പ്രശ്നമെങ്കിൽ ഒരു തെറി പോലും ജീവിതത്തിൽ പറയാത്തവർ കല്ലെറിയട്ടെ. അതല്ലേ ശരി? തത്വമത്തി ശരി തന്നെ. പക്ഷെ അങ്ങനെയൊക്കെ ദൈവമായിട്ട് ജീവിക്കാൻ പറ്റുമോ മാഷേ? എന്താ പറ്റാത്ത നീലു? നീലു അഹം ബ്രഹ്മാസ്മി. എന്താ അഹം? ഞാൻ. ബ്രഹ്മാസ്മി ബ്രഹ്മമാകുന്നു അല്ലേ? ആ സിദ്ധാന്തത്തിൽ ഉറച്ച് വിശ്വസിച്ച് അർദ്ധനഗ്നരായും നഗ്നരായും ഭസ്മം പൂശാതെയും പൂശിയും ആൾക്കാരെ കൂസാതെയും എത്രയോ സന്യാസി വര്യന്മാർ അഘോരികളായിട്ട് ജീവിക്കുന്നു. നമ്മളറിയാത്തത് കൊണ്ടാണ്. നമ്മളിവിടെ കാണുന്നത് ആകെ നാഗാസൈരന്ധ്രി ദേവിയെ മാത്രമാണ്. നമ്മുടെ കണ്ണ് അവിടെ വരെ എത്തുന്നുള്ളൂ. അഹം ബ്രഹ്മാസ്മി അവരെല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പേരാണ് പാടുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു. അവരെ എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. ഈ നഗ്നരായിട്ട് നടക്കുന്ന സന്യാസിവര്യന്മാരെ പൂജിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഘോരികൾ പാടുമ്പോൾ അഹം ബ്രഹ്മാസ്മി സത്യമാണെന്നും നാഗാസൈരന്ധ്രി ദേവി അഹം ബ്രഹ്മാസ്മി പാടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നും പറയുന്നതിലെ ന്യായം എന്താണ് നീലു? ന്യായം എല്ലാവർക്കും ഒരുപോലെയല്ലേ ഏകലവ്യ? അഹം ബ്രഹ്മാസ്മി എന്ന് നീലുവിന് പറയാൻ അവകാശമുള്ളതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ കണ്ണനും അവകാശമുണ്ട്. ഈ ലോകത്തിന് മുഴുവനുള്ള അവകാശം അത് നാഗാസൈരന്ധ്രിക്കും ഉണ്ട്. ദേവി പറയട്ടെ,
അഹം ബ്രഹ്മാസ്മി. നാഗാസൈരന്ത്രി ദേവി പറയുമ്പോൾ മാത്രം ഉത്കണ്ഠാകുലരാകുന്നവർ, അതിന് വേറൊദ്ദേശമാണ്. മാഷ് പറയുമ്പോഴാണ് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നത്. ഏകലവ്യ, സിദ്ധാന്തങ്ങളെ ബഹുമാനിക്കുകയും സിദ്ധാന്തചാരികളെ അവഹേളിക്കുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ദേവിയാണെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കുമോ എന്നുള്ളതാണ്. ഇല്ല എന്ന് തറപ്പിച്ച് പറയാനായിട്ട് മുന്നേ ദേവിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ 6-ാം തമ്പുരാനിൽ മോഹൻലാലിൻ്റെ അടുത്ത് ആരാണ് മഞ്ജു വാര്യർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇല്ല എന്ന് പറയാൻ ദേവിയെ മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ നമ്മളുടെ സങ്കല്പത്തിലെ ദേവി തന്നെയാകണം സാക്ഷാൽ ഭഗവതി എന്ന് നിർബന്ധം പിടിക്കാൻ നമുക്കാകില്ല. ചിലരുടെ മനസ്സിൽ കനകക്കിരീടമണിഞ്ഞ് കമ്മലും മാലയും വളയും ഒക്കെ ധരിച്ച് ചന്ദ്രമുഖിയായിട്ടുള്ള ഭുവനേശ്വരി രൂപത്തിലായിരിക്കും. മറ്റ് ചിലരുടെ ഉള്ളിൽ പരിപൂർണ നഗ്നയായി കൈകാലുകൾ വെട്ടിയെടുത്ത് അത് ചുറ്റി ഉടയാടയാക്കി കപാലമാലയണിഞ്ഞ കാളികയായിരിക്കും. നമ്മുടെ മനസ്സിലുള്ള പോലെ തന്നെയാകണം അവരുടെ മനസ്സിലും, അല്ലെങ്കിൽ നമ്മുടെ ദേവി തന്നെയാകണം ആ ദേവിന്ന് ഷഠിക്കുന്നത് ശരിയല്ല. ഓരോരുത്തരുടെ മനസ്സിലും ഓരോ തരത്തിലാണ് ദേവി. ആ ദേവി തെറി വിളിക്കില്ലെന്നോ കൊല്ലൂലെന്നോ അനുഗ്രഹിക്കുക മാത്രം ചെയ്യുള്ളൂ എന്നോ തറപ്പിച്ച് പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ലടോ. പിന്നെ വാചികം സർവവാഗ്മയം, നമ്മൾ നൃത്തക്കാരെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതായത് എല്ലാ ഭാഷകളും എല്ലാ നാദങ്ങളും ഭഗവാന്റെ ആണെന്നാണ് പറയുന്നത്, അല്ലേ? ആംഗികം ഭുവനം യസ്യ വാചികം സർവവാഗ്മയം. അപ്പോൾ എല്ലാ വാക്കുകളും എല്ലാ നാദങ്ങളും എല്ലാ ഭാഷകളും ഭഗവാന്റെ ആണെങ്കിൽ ഈ തെറിവാക്ക് എന്ന് നിങ്ങൾ കരുതുന്ന വാക്ക്, ആ വാക്കും ഭഗവൻ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നതല്ലേ? എല്ലായിടത്തും നിറയുന്ന എല്ലാ വാക്കിലും കുടികൊള്ളുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി, ആ വാക്കിൽ മാത്രം എനിക്ക് ഇരിക്കാൻ പറ്റാട്ടോ, ആ വാക്കിൽ ഞാനില്ലാട്ടോ എന്ന് പറഞ്ഞ് മാറി ഒഴിഞ്ഞ് ഇപ്പുറത്തൂടെ പോകുമെന്ന് കണ്ണൻ ചിന്തിക്കുന്നില്ല. കണ്ണൻ എല്ലാ വാക്കിനും ഒരുപോലെ സ്നേഹിക്കുന്നു. എല്ലാ വാക്കുകളോടും എല്ലാ ജീവികളോടും നല്ലതിനോടും കെട്ടതിനോടും സമഭാവനയോടെ പെരുമാറുന്ന ഒരാളാണ് കണ്ണൻ്റെ മനസ്സിലെ പരബ്രഹ്മം. അത് ഏത് ഭഗവാനായാലും ഭഗവതി ആയാലും എല്ലാവർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിരുന്നാലും കണ്ണന് കണ്ണൻ്റേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാമല്ലോ. എല്ലാത്തിലും ഭഗവാനുണ്ട് എങ്കിൽ തെറിയിലും ഭഗവാനുണ്ട്. പിന്നെ നാഗാദേവി ഒരാളെയും വെറുതെ തെറി പറയുന്നത് കണ്ണൻ കേട്ടിട്ടില്ല. കൃത്യമായിട്ട് ആളുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ആൾ അതിനേക്കാൾ വലിയ സംഭവം ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവില്ലേ? ആ ആക്ഷന് റിയാക്ട് ചെയ്യുക മാത്രമേ ദേവി ചെയ്യുന്നുള്ളൂ. കണ്ണൻ അത് അംഗീകരിക്കാനാകും. മാഷിനെ ചിന്തയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗുരു തന്ന അറിവ് മാത്രമാണ് കണ്ണൻ്റെ ശക്തി. ഇത്രയും കേട്ടപ്പോൾ ആ ദേവിയെ എനിക്കും ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. പക്ഷേ നീലുനോ? എനിക്കും ആഗ്രഹം. ആഹാ, അപ്പോൾ നമുക്ക് പോകാം, ഇനി വൈകണ്ട. ദേവി നമ്മളെ സ്വീകരിക്കാനായിട്ട് 2 കൈയും നീട്ടിയിരിക്കുകയായിരിക്കും നീലു, അതിലൊരു സംശയവും വേണ്ട. ദേവി അവിടെ ചെല്ലുന്നവരെല്ലാം നല്ലപോലെ സ്വീകരിക്കും. ഇനി മടിക്കണ്ട, ഇന്ന് തന്നെയാവാം യാത്ര. ഇനി അടുത്തത് നാഗാസൈരന്ത്രി ദേവിയോടൊപ്പം. നേരുള്ളോള് നെറിവുള്ളോള് ദേവിക്കുട്ടി, എൻ്റെ ദേവിക്കുട്ടി. നേരുള്ളോള് നെറിവുള്ളോള് ദേവിക്കുട്ടി, എൻ്റെ ദേവിക്കുട്ടി. തകതകതകതൈ
ദിഗി ദിഗി ദിഗിതേ തകതേ ദിഗിതേ തകതിമി തകതേ തക 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 താളം വേ ദിഗി 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 താളം വേ ദേവിക്കുട്ടി 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 എൻ്റെ ദേവിക്കുട്ടി നേരുള്ളോള് നെരിവുള്ളോള് ദേവിക്കുട്ടി എൻ്റെ ദേവിക്കുട്ടി അണ്ടക്കെ മുണ്ടക്കെ ഡാമു ഡൂമു ഡസ്ക നക്കണ കൊക്ക നക്കണ അല്ലേ മല്ലീസേ പൊട്ടണങ്ക് പോ ഗുരുത്തം കെട്ടവളെ നിനക്കൊരു വാർത്ത കേൾക്കണോ നാട്ടിലുള്ള കോഴികൾക്ക് മൂട്ടിലൊരോട്ട എല്ലാരുമുള്ളോള് എല്ലാതുമുള്ളോള് ആരാരും അറിയാതെ കുടിയിരുപ്പോള് എല്ലാരുമുള്ളോള് എല്ലാതുമുള്ളോള് ആരാരും അറിയാതെ കുടിയിരുപ്പോള് ഉള്ളം നിറഞ്ഞോള് ഉള്ളിൽ നിറഞ്ഞോള് ഉള്ളിൻ്റെ ഉള്ളിലെ കുടിയിരിപ്പോള് ഉള്ളം നിറഞ്ഞോള് ഉള്ളിൽ നിറഞ്ഞോള് ഉള്ളിൻ്റെ ഉള്ളിലെ കുടിയിരിപ്പോള് തക 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 താളം വേ ദിഗി 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 താളം വേ ദേവിക്കുട്ടി 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 എൻ്റെ ദേവിക്കുട്ടി തക 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 താളം വേ ദിഗി 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 താളം വേ ദേവിക്കുട്ടി 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 എൻ്റെ ദേവിക്കുട്ടി നേരുള്ളോള് നെരിവുള്ളോള് 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 ദേവിക്കുട്ടി എൻ്റെ ദേവിക്കുട്ടി. ഈശ്വരാംശം എല്ലാവരിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. എല്ലാവരും അത് തിരിച്ചറിയുന്നില്ല എന്നു മാത്രം. എല്ലാവരുടെയും സ്വന്തം നടനോപാസകൻ കണ്ണൻ.